നമുക്കറിയാം, ഭരണഘടനാ ശില്പി ബാബാ സാഹേബ് അംബേദ്കറിനെ അപമാനിക്കുന്നതും അംബേദ്കറുടെ പ്രതിമയിൽ ചെരുപ്പുമാല അണിയിക്കുന്നതും അതുപോലെ അംബേദ്കർ പ്രതിമകൾ തകർക്കാൻ ശ്രമിക്കുന്നതും എല്ലാം തന്നെ സംഘപരിവാർ സംഘടനകളാണ്. ഇപ്പോൾ ശ്രീ മല്ലികാർജുൻ ഖാർഗെ ഇന്ത്യയിലെ ഏറ്റവും പ്രമുഖനായ കോൺഗ്രസ് നേതാവാണ്. അദ്ദേഹത്തെ അവമാനിച്ചത്, അദ്ദേഹം പ്രസംഗം നടത്തിയ സ്ഥലത്ത് ഇത്തരത്തിലുള്ള നടപടികൾ ഉണ്ടായത്, അതിനെ തള്ളിപ്പറയാൻ ഇതുവരെയും BJP നേതൃത്വം തയ്യാറായിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് ദളിതർക്കെതിരെയുള്ള അതിക്രമങ്ങൾ, അതോടൊപ്പം തന്നെ വിവേചനങ്ങൾ, അതോടൊപ്പം തന്നെ മറ്റ് പലതരത്തിലുള്ള സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും BJP നേതാക്കളിൽ നിന്നും സംഘപരിവാറിൽ നിന്നും ഒരുപാട് വിവേചനങ്ങൾ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ സർക്കാർ, കേന്ദ്ര സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം, BJP ഗവൺമെന്റ് അധികാരത്തിൽ വന്ന ശേഷം ഇന്ത്യയിലെമ്പാടും ദളിത് വിഭാഗങ്ങളെ വേട്ടയാടുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഹാത്രാസും ഉന്നാവോ ഉൾപ്പെടെയുള്ള നിരവധി സ്ഥലങ്ങളിൽ ഉത്തരേന്ത്യയിൽ പാവപ്പെട്ട ദളിത് വിഭാഗങ്ങളെ ചുട്ടുകൊല്ലുകയും ചുട്ടരിക്കുകയും അതോടൊപ്പം തന്നെ അവരെ പലതരത്തിൽ ആക്രമിക്കപ്പെടുകയും പീഡിപ്പിക്കപ്പെടുകയും ചെയ്തത് മുമ്പെങ്ങുമില്ലാത്ത വിധത്തിൽ BJP കേന്ദ്രത്തിൽ സംസ്ഥാനങ്ങളും അധികാരത്തിൽ വന്ന കാലത്താണ്. അപ്പോൾ BJP ദളിത് വിഭാഗങ്ങളെ കാണുന്നത്, അവരുടെ പരിവാർ സംഘടനകൾ ദളിത് വിഭാഗത്തെ കാണുന്നത് ഒരു അടിമ മനോഭാവത്തോടു കൂടിയാണ് എന്നതിൻ്റെ തെളിവാണ് അവരുടെ പ്രവർത്തനങ്ങൾ. അതുകൊണ്ട് ശ്രീ മല്ലികാർജുൻ ഖാർഗെക്ക് നേരെ, അദ്ദേഹത്തെ അധിക്ഷേപിച്ച, അപമാനിച്ച, അദ്ദേഹത്തെ പ്രസംഗിച്ച സ്ഥലത്ത് ശുദ്ധീകരണം നടത്തിയ സംഘപരിവാർ സംഘടനകൾ, RSS സ്പോൺസർ ചെയ്യുന്ന സംഘടനകൾ, അവരുടെ പേരിൽ നടപടിയെടുക്കാൻ പോലും ഇതുവരെയും കേന്ദ്ര സർക്കാരോ ഉത്തരാഖണ്ഡ് ഭരിക്കുന്ന BJP സർക്കാരോ തയ്യാറായിട്ടില്ല എന്നതാണ്. ഇന്ന് രാജ്യസഭ പ്രതിപക്ഷ നേതാവ് കൂടിയായ ശ്രീ മല്ലികാർജുൻ ഖാർഗെ ഈ വിഷയം ഉന്നയിച്ചപ്പോൾ BJP അംഗങ്ങളുടെ ഭാഗത്തുണ്ടായ എതിർപ്പും ചെറുത്തുനിൽപ്പും നമ്മൾ കണ്ടതാണ്. രാജ്യസഭ അധ്യക്ഷൻ പോലും ഈ വിഷയത്തിൽ കേന്ദ്ര സർക്കാരിൻ്റെ വിശദീകരണം ആവശ്യപ്പെടുകയും ഇക്കാര്യത്തിൽ ഇടപെടണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോഴും ഈ സംഭവങ്ങളെ ന്യായീകരിക്കാനാണ് രാജ്യസഭയിലെ BJP അംഗങ്ങൾ തയ്യാറായത് എന്നുള്ളത് അങ്ങേയറ്റം വേദനാജനകമാണ്, ഖേദകരമാണ്. BJPയുടെ യഥാർത്ഥ മുഖം നമ്മളിപ്പോൾ വീണ്ടും കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. ദളിത് വിഭാഗങ്ങളോടുള്ള BJPയുടെ പലതരത്തിലുള്ള വിവേചനവും അടിമത്വവും അയിത്തവും അത് അവരൊരിക്കലും അവസാനിപ്പിക്കുകയില്ല എന്നതിൻ്റെ ഒരു ഏറ്റവും വലിയ തെളിവാണ് ശ്രീ മല്ലികാർജുൻ ഖാർഗെയുടെ പ്രസംഗ സ്ഥലത്ത് ഇത്തരത്തിലുള്ള ശുദ്ധീകരണ പ്രക്രിയ അവർ നടത്തിയത്.